മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. കടകംപള്ളി 2 തവണ വീട്ടിൽ വന്നിരുന്നു. മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ കടകംപള്ളിയെ അറിയാമായിരുന്നുവെന്നും പോറ്റി SITക്ക് മൊഴി നൽകി. അതേസമയം പോറ്റിയുടെ വീട്ടിൽ 1 തവണ പോയിട്ടുണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ സമ്മതിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിസന്ധിയിലാക്കുന്ന ചില വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ടായിരുന്നു. അക്കാര്യമാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ സൗഹൃദമുണ്ട് എന്നായിരുന്നു ആ മൊഴി. മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ 2 തവണ തൻ്റെ പുളിമാത്ത വീട്ടിൽ സന്ദർശനം നടത്തി എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. അത് സൗഹൃദ സന്ദർശനമായിരുന്നു എന്നും അതിനൊപ്പം തന്നെ മറ്റു ചില ചടങ്ങുകളിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ആ മൊഴിയിലുണ്ട്. ഈ നേരത്തെ മാതൃഭൂമി ന്യൂസ് ഈ മൊഴി വിവരങ്ങൾ പുറത്തുവിട്ടതാണ്. ഇതിനൊപ്പം തന്നെ നേരത്തെ പത്മകുമാറിൻ്റെ മൊഴിയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി സൂചനകളുണ്ടായിരുന്നു. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ പ്രതികരണവുമായി കടകംപള്ളി സുരേന്ദ്രനും രംഗത്തെത്തി. ഈ മൊഴി ഏതാണ്ട് സ്ഥിരീകരിക്കുന്നതാണ് കടകംപള്ളിയുടെ പ്രതികരണം. ഇന്നത്തെ പോറ്റിയുടെ വീട്ടിലല്ല ഞാൻ പോയത്, അന്നത്തെ പോറ്റിയുടെ വീട്ടിലാണ്. 2017-18 കാലമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൃത്യമായിട്ട് ആ വർഷം ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ചടങ്ങ് മറ്റും നടക്കുന്നുണ്ടായിരുന്നു. ചടങ്ങ് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു ചെറിയ കുട്ടിയുടെ 1ാമത് ജന്മദിന ചടങ്ങോ അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ചടങ്ങിൽ പങ്കെടുത്തു, അവിടുന്ന് ഭക്ഷണം കഴിച്ചു, ഞാൻ ശബരിമലയ്ക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ഒരുക്കമല്ല. ഇന്നത്തെ തരത്തിലല്ലല്ലോ അന്ന് ഞാനും പലരും പോറ്റിയെ കണ്ടിട്ടുള്ളത്. ശബരിമല സ്വാമിയുടെ ഒരു ശരിയായിട്ടുള്ള ഭക്തൻ എന്നുള്ള നിലയിലാണ് പോറ്റിയെ അന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പോകാൻ തന്നെ ഇടയായതില്ലെങ്കിൽ പോകുമായിരുന്നില്ല. അന്വേഷക സംഘത്തോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ അലോസരപ്പെടുത്തി. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും നിയമസഭാ സമ്മേളനത്തിൽ സോണിയാഗാന്ധിയും അടൂർ പ്രകാശുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ ആക്രമിക്കാനിരുന്ന ഭരണപക്ഷത്തിന് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധം. കടകംപള്ളിയുമായുള്ള ബന്ധത്തിന്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ ഉറപ്പായും ഭരണപക്ഷത്തിനെതിരെ, സർക്കാരിനെതിരെ പ്രതിപക്ഷം വലിയ ആയുധമാക്കി സഭയിൽ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.